മൻമോഹൻ സിംഗിന്റെ മരണത്തിൽ രാജ്യം ദുഃഖാചരണം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയി എന്ന് ബി.ജെ.പി. പുതുവത്സര ആഘോഷത്തിനായാണ് രാഹുൽ പോയതെന്നും ബി.ജെ.പി. വക്താവ് അമിത് മാളവ്യ കുറ്റപ്പെടുത്തി. ഗാന്ധി കുടുംബവും കോൺഗ്രസും സിഖുകാരെ വെറുക്കുന്നുവെന്നും ആരോപണം. അനൂപ് ദാസ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അനൂപ്, മൻമോഹൻ സിംഗിന് അർഹിച്ച ഇടം നൽകിയില്ല എന്ന കോൺഗ്രസിന്റെ ആരോപണം ആദ്യം, പിന്നീട് ഇപ്പോൾ മരണത്തിന് ശേഷം രാഹുൽ ഗാന്ധിക്കെതിരെയും ഗാന്ധി കുടുംബത്തിനെതിരെയും എന്തൊക്കെ ആരോപണങ്ങളാണ് ബി.ജെ.പി. ഉന്നയിക്കുന്നത്? മൻമോഹൻ സിംഗിന് അദ്ദേഹത്തെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്ന സ്ഥലത്ത് തന്നെ ഒരു സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യമായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ പിറ്റേ ദിവസം കോൺഗ്രസ് ഉന്നയിച്ചത്. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. സ്മാരകം നിർമ്മിക്കാം, അത് പക്ഷേ സംസ്കാര സ്ഥലത്ത് തന്നെ ആവില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. അതിനുശേഷം ഇങ്ങോട്ട് വാക്പോരായിരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൽ അമിത് മാളവ്യ പറയുന്ന കാര്യം, രാഹുൽ ഗാന്ധി പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി വിയറ്റ്നാമിലേക്ക് പോയിരിക്കുകയാണ്. രാജ്യം ദുഃഖാചരണം നടത്തുന്ന ഘട്ടത്തിൽ ഇതെങ്ങനെ ശരിയാവും എന്ന ചോദ്യം ബി.ജെ.പി. ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മറുപടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല. അതിന് തൊട്ടു മുൻപായി ബി.ജെ.പി. ഉന്നയിച്ച ഒരു കാര്യം, ഇന്നലെ യമുന നദിയിൽ മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ ആരും പങ്കെടുത്തില്ല. എന്നാൽ കോൺഗ്രസ് അതിന് മറുപടി നൽകിയിരിക്കുന്ന കാര്യം, ഈ കുടുംബത്തിന് ഈ ശവസംസ്കാര ചടങ്ങുകളുടെ സമയത്ത് വേണ്ട പരിഗണന ലഭിച്ചിരുന്നില്ല, സ്വകാര്യത ലഭിച്ചിരുന്നില്ല. പല കുടുംബാംഗങ്ങൾക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പോലും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഒരു സ്വകാര്യത മാനിച്ച് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കുടുംബവുമായി സംസാരിച്ചെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ആരും ആ പരിപാടിക്ക് പങ്കെടുക്കാത്തതെന്നാണ്. എന്തായാലും മൻമോഹൻ സിംഗ് മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി 2 ദിവസം പിന്നിട്ടിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അടങ്ങുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. ബി.ജെ.പി. കോൺഗ്രസിനെതിരെയും രാഹുലിനെതിരെയും വലിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്.